വിവാഹം നന്നായി നടക്കാനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്റ്റെഫി സജി, പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആൻസി എബ്രഹാം, ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്റ്റഫർ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രീന, മരണമോചനം വേർപെട്ടു പോയ എല്ലാവരെയും ക്രീസ ജോസ്, സെബാസ്റ്റ്യൻ, അന്നമ്മ സേവിയർ എന്നീ ആത്മാക്കളെയും എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്നേഹന്മാരാകുന്ന അടിത്തറമേ പണിയപ്പെട്ട അങ്ങയുടെ സഭീയതയാവണമേ. അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധിയിൽ വളരുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീന രാജ്യങ്ങളെയും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും
സമീപിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശിക്ഷാകുമാറിനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ആൾക്കാരെ സവാക്യങ്ങളും നടന്ന് മുടിച്ചൊരു നിൽക്കുന്ന സഭയിൽ നിരന്തരമായി സ്വീകരിക്കുവാനും മതപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങേരാജ്ഞ ശിക്ഷാവാകുന്നു സകലത്തിനെയും നാഥായ നയിക്കും. ജീവനിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ദൈവമായി കൽപ്പനയുടെ മനുഷ്യരും ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നേ. അതുവഴി ആത്മശരീരങ്ങളിലിരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അംഗീകരിക്കുന്നതിനും അങ്ങനെ കാലം ഞങ്ങളെ സഹായിക്കുന്നേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നയിക്കും. അധ്യായം 7 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശ്രയിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതരുമാണ്. ഞാൻ മക്കേദോന്യയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്കൊരു വിശ്രമവുമില്ലായിരുന്നു. എന്നു മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുവരുന്നു. പുറമെ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീർത്ഥത്തെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എന്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്കതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു.
എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിത പ്രകാരമായിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഗ്യവുമാണ് നിങ്ങൾക്കെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാന്തനായവരെ കണ്ടുമുട്ടി. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബീ, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവന് പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകരായിരിക്കുവാൻ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂച്ചിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോക അയക്കപ്പെട്ടുവെന്ന അർത്ഥത്തിൽ കഴുകുക. അവൻ പോയി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ. ചില പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചില പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളി ഉണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി നൽകി. കൈത്താക്കാലം മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കാഴ്ചയിലൂടെയാണ് നമ്മൾ പഠിക്കുകയാണ്. ഈ മൂന്നാമത്തെ ആഴ്ചയിലെ തിരുവചനം എന്ന് പറയുന്നത് നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്കായിട്ട് ദിവസം നൽകിയിരിക്കുന്നത്. ഈ തിരുവചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ കൂടാരത്തിൽ നാളിന് യേശു ദേവാലയം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാരുടെ ആചാരങ്ങൾക്കും
ആചാരവിധികൾക്കുമെതിരെ സംസാരിച്ചപ്പോൾ അവർ കല്ലെടുത്ത് എറിയാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് ഈശോയും ശിഷ്യന്മാരും നൈസായിട്ട് സ്ഫൂർത്തി ചെയ്തു വരുന്ന അവസരത്തിലാണ് ഈ അന്ധനെ കണ്ടുകൊണ്ടിരുന്നത്. അന്ധൻ ഈശോയെ കണ്ടുകൊണ്ടിയതല്ല, മറിച്ച് ഈശോ അന്ധനെ കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് അവന് ലോകസ്ഥാനത്തിലില്ല. നമുക്കറിയാം, അവൻ ജന്മനാ കുരുടൻ, പിറവിപ്പെട്ടൻ എന്ന് പറഞ്ഞു. ജന്മനാ കുരുടനായ മനുഷ്യൻ ചെളി ഉണ്ടാക്കി, തുപ്പല് കൊണ്ട് ചെളി ഉണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പുരട്ടി. ഇപ്പോൾ പറയും തുപ്പലും ചെളികൊണ്ടും ഒക്കെ ആയുർവേദത്തിന്റെ പ്രകൃതി ചികിത്സാ രീതികളൊക്കെയാണ് നമ്മൾ ന്യായം പറഞ്ഞത്. അതുകൊണ്ടാണ് സൗഖ്യം വരുത്തുന്നൊക്കെ പറയാം. അപ്പോൾ ഈശോ ശരിക്കും അത്ഭുതങ്ങൾ നടത്തുകയില്ല. എന്നിട്ട് അവനോട് ചോദിക്കുക, നിനക്ക് ആരാണ് ഈ സൗഖ്യം നൽകിയത്? നിനക്ക് ആരാണ് ഈ സൗഖ്യം നൽകിയത്? അപ്പൊ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു മനുഷ്യൻ, യേശു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, യേശു എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എനിക്ക് തന്നത്. യഹൂദർ വീണ്ടും അതിനെ കൂടുതലായിട്ട് ലാഭം ചെയ്ത് അവർ മാതാപിതാക്കന്മാരെ ചോദിക്കുന്നുണ്ട്, ഇവൻ ജന്മനാകുടനാണ്. അപ്പൊ അത് പറഞ്ഞത് അതെ, ഇവൻ എങ്ങനെയാ പ്രസവം പ്രാപിച്ചത്? അത് ഞങ്ങൾ കളിക്കുന്നത് അവനോട് തന്നെ ചോദിച്ചു. രണ്ടാമത്തെ ഗ്രന്ഥം പറഞ്ഞത് യേശു എന്ന് പറഞ്ഞൊരു പ്രവാചകനാണ് എനിക്ക് കാണിച്ചു നൽകിയത്. വീണ്ടും അവനെ യഹൂദർ വട്ടം കൂടി എന്ന് ധ്യാനം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, യേശു എന്ന ദൈവമാണ് എനിക്ക്. അപ്പോൾ ഒരു മനുഷ്യനിൽ തുടങ്ങി പ്രവാചകനിലെത്തി ദൈവത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പടിപടിയായിട്ടാണ് വിശ്വാസം ഉയർത്തുന്നത്. എന്നിട്ട് പറയുന്നു, ശിശുമാർ ചോദിക്കുന്നുണ്ട് ചോദ്യം അർത്ഥവത്വം. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമ്മുടെയൊക്കെ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്നതാണ്, എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട്? അല്ലെങ്കിൽ ആരുടെ പാപത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ മാതാപിതാക്കന്മാരുടെയോ പാപത്തിന്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്? ഓക്കെ, ഈശോ പറയുന്നുണ്ട്, ഇത് പാപത്തിന്റെയോ കുടുംബത്തിന്റെയോ പാരമ്പര്യമല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ടാണ്. നിങ്ങൾക്ക് 2:30 ആൾക്കാരുടെ വാട്സപ്പിലേക്കൊരു മെസ്സേജ് വന്നു. ശരി, മാവച്ചനാണ് തൊഴിയോട് കൊച്ചിനെ ഉത്തരം കൊടുത്തു. അതെ, മാവച്ചനാണ്. അതെ, ഇനി ഞാനൊന്നും വേണ്ടിയില്ല. ഉടനെ അടുത്ത മെസ്സേജ് അച്ഛാത്തോടത്ത് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒത്തിരി സമയം വേണം. ക്ലിയറാണോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഒത്തിരി നേരം സമയം വേണോ സംസാരിക്കാൻ? കാരണം ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകാൻ വെല്ലുവിളിക്കുന്ന സമയത്ത് ഫോണിൽ മെസ്സേജ് ചെയ്തു, ഇച്ചിരി സമയം വേണം. ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. എനിക്കത് ഇസ്രായേലിനുള്ള നമ്പറല്ല, അറബിന്നുള്ള നമ്പറല്ല. ഞാൻ പറഞ്ഞു, വേറെ ദിവസം വിളിച്ചാൽ അറിയുമോ? അല്ല, ശരിക്കും വിളിക്കാം. കുർബാന തിരിച്ചു വന്നിട്ട് തന്നെ വിളിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരിച്ചു വന്ന് വിളിക്കാൻ പറ്റത്തില്ല. രാവിലെ കുർബാനയുടെ ഭഗവതി കുർബാന തിരിച്ചു വരുമ്പോൾ രാത്രി 11:30. ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ വിളിക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഇന്നലെ പറഞ്ഞു, ഞായറാഴ്ച കാലം വിളിക്കാൻ. രാവിലെ എനിക്ക് മെസ്സേജ് വന്നു, അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചോ? രാവിലെ സംസാരിച്ചപ്പോൾ സഹോദരിയുടെ അച്ഛൻ, ഞാൻ ഇസ്രായേലിൽ 8 വർഷം ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് പായാണ്ടില്ല. ഇനി ഇസ്രായേലിൽ 8 വർഷമായവള് 3 വർഷമായിട്ട് അയർലൻഡിൽ പോയവരെ ആരാന്ന് ചെറിയ അന്വേഷിക്കാൻ പോകണം. മനസ്സിലായോ? ആരായാലും ഈ 8 വർഷം ഇസ്രായേലിൽ നിന്നിട്ട് 3 വർഷം മുമ്പ് അയർലൻഡിലേക്ക് അന്വേഷിക്കാൻ പോകണ്ട. അതിന്റെ സന്ദേശം മാത്രം ഉൾക്കൊണ്ടാകും. 8 വർഷം ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്നതാണ്. ഞാൻ നിർത്തി പോയതാണ്. എല്ലാം സുരക്ഷിതമാണെന്ന് നമുക്ക് നിർത്തി പോയതാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് മനസ്സിലായത് ഭർത്താവും 2 മക്കളും ആർഭാടമായ ജീവിതം സർവ്വതും തീർത്തു. കാരണം കൊച്ചിന് 4 വയസ്സുള്ളപ്പോൾ ഇട്ടേച്ച് വന്നതാണ്. ഭർത്താവ് നല്ല കുട്ടിയായിട്ട് ആഘോഷിച്ചു. അമ്മ ഓടയില്ലാത്തത് കൊണ്ട് എന്നാ നമ്മൾ പറയുന്നത് കൊക്കക്കോളയും പെപ്സിയും പിന്നെ ബർഗറും പിന്നെ എന്താ ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുത്ത് മേടിച്ചു കൊടുത്ത് തിരിച്ച് ഇരിക്കുക. ഭർത്താവിന് ആരോഗ്യം കഴിയും. ഈ ചെറുപ്പം മുതലേ കൊക്കക്കോളയും പെപ്സിയും ഫാസ്റ്റ് ഫുഡും കഴിച്ചിട്ട് കൊച്ചു പൊണ്ണത്തടിയനായി ആശുപത്രി കേൾക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മൂത്തവൾ 2 വയസ്സിലെ മൂപ്പോളും ചെക്കനെ കാണും. അവൾ വേണ്ടാത്ത ബന്ധത്തിലും പോയിട്ട് ആശ്രയിക്കുന്നത് ഇത് എന്നതാ, എത്ര നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയത്, എൻ്റെ കുഴപ്പമാണോ? എന്നിട്ട് സൂചന പറഞ്ഞു, മാതാപിതാക്കളുടെ കുഴപ്പമാണോ, കുടുംബത്തിൻ്റെ കുഴപ്പമാണോ? ഇത് അവൻ്റെയും അവൻ്റെ കൊച്ചിൻ്റെയും അവരുടെ മകളുടെയും പ്രശ്നമാണ്. എല്ലാവരും നമ്മൾ ദൈവത്തിൻ്റെ മുകളിൽ ചാരി വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആരോഗ്യം നശിപ്പിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് സഹനം വന്നു കഴിയുമ്പോൾ പാരമ്പര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ചിലർക്ക് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അവിടെയാണ് തമ്പുരാൻ പറയുന്നത്, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ടുള്ള സമയമാണ്. എല്ലാം അങ്ങനെയാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള സമയമാണ്. ഇവരുടെ കാര്യത്തിലും ഈശോ പറയുന്ന വളരെ കൃത്യതയാണ്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ട് അവർക്ക് ഒരു വിശ്വാസത്തിലേക്ക് ആനയിക്കാനായിട്ട്. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞവൻ പടിപടിയായിട്ട് ഉയരുകയും ഒരു മനുഷ്യ നിലയ്ക്ക്, പ്രവാചക നിലയ്ക്ക്, ഒടുവിൽ ദൈവപുത്രൻ എന്ന നിലയ്ക്ക് അവന്റെ വിശ്വാസത്തെ അവനാകുന്നു. അവന്റെ സഹനത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ പഠിച്ചിട്ടിട്ട് അവരാണ് എല്ലാത്തിനും കാരണക്കാരനെ പറഞ്ഞ് ഒഴിവാക്കാനായിട്ടില്ല. ചില സഹനങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും, ചില ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ട് അവസരമായിട്ട് നമുക്ക് കാണാം. അന്ന് നമുക്ക് സംഭവിച്ചു. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ ഈ പ്രതികൂലന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ടാണ് ജീവിതത്തിൽ ഇടപെടുന്നത്. അന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് കാഴ്ചയുള്ളവരാണ് നമ്മളൊക്കെ, പക്ഷെ സമയത്ത് നമ്മൾ അന്ധനായിട്ട് മാറുന്നു. കൂടെ ജീവിക്കുന്നവരുടെ വേദനകൾ കാണാൻ സാധിക്കാത്ത വിധത്തില് നമ്മൾ അന്ധനായിട്ട് മാറുന്നുണ്ടെന്നുണ്ട്. ചിലപ്പോൾ ഭാര്യയുടെ വേദന ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, ഭർത്താവിന്റെ മുഖം വാടിയാൽ എന്താ ചേട്ടാ പറ്റിയെന്ന് അടുത്തിരുന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു മന്ദത, മക്കളുടെ മുഖം വാടിയാൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് സമയമില്ലാത്ത അവസ്ഥ. നമ്മൾ ഒരു വിധത്തില് ബാഹ്യമായ നേത്രങ്ങൾക്ക് കാഴ്ച ഉണ്ടെങ്കിലും ആന്തരികമായ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാതെ പോകുന്ന അവസ്ഥ ശേഷം പതിച്ചിരിക്കും. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. നമ്മുടെ കൂടെയുള്ള സഹോദരിയുടെ അപ്പം മരിച്ചപ്പോൾ അമ്മ മരിച്ചപ്പോഴാണ് എത്ര പേര് അതിൻ്റെ അടിയിൽ ഒന്ന് കൈകൂപ്പി അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? 270 പേരുള്ള കൂട്ടായ്മയാണ്. ഒരു മാസം 2 ലക്ഷത്തിലുണ്ട്. ഒരു ഗ്രൂപ്പിൽ തന്നെ 270 പേര്. ഞാൻ എന്നെ കൃത്യമായി 10-18 പേര് കൂടുതൽ ഒരെണ്ണം പോലും തന്നെ ചെയ്തിട്ടില്ല. അന്ന് ആ സഹോദരി ഇവിടെ തന്നെ താമസിക്കുക. അവർ അപ്പനോ അമ്മ മരിച്ചപ്പോൾ പോകാൻ പറ്റാതെ അന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂപ്പുകാരൻ എന്താ നടത്തുള്ളൂ. ആ സഹോദരിയുടെ വേദന നമ്മൾ പങ്കുചേരുന്നു എന്നുള്ള ഒരു സൈൻ പോലെ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുവായിട്ട് ആർക്ക് എന്ത് പോയി അന്ന് ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് എന്നുള്ള ചിന്ത. അന്ന് ആ സഹോദരിയുടെ വേദന ഞാനും പങ്കുചേരുന്നുണ്ട്. എനിക്ക് മറ്റൊരു പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. എത്ര പേർക്ക് പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും. എത്ര നേരം നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. ഒരു സെക്കൻഡ് ആൻസർ നമുക്ക്
അത് കാണുന്ന സഹോദരനൊക്കെ ഈ സമൂഹങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എൻ്റെ പേര്, എൻ്റെ വേദനയിൽ, എൻ്റെ നഷ്ടത്തിന്റെ നടുവിൽ ഈ സമൂഹം എന്നെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ എന്നുള്ള ആന്തരിക നേതൃത്വങ്ങൾ തുറന്നു എന്നുള്ളതിൻ്റെ ഭാഗമായാണ്. ഒരു നഗരമറിയാനോ കണ്ടത് പ്രസാദം ഇതുപോലെ മറ്റുള്ളവരുടെ വേദനകളില് കാണാനായിട്ടുള്ള ആന്തരിക നേതൃത്വങ്ങൾ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ബാഹ്യമായ നമുക്ക് കാഴ്ചയുണ്ട് നമ്മൾ അഹങ്കരിക്കാതെ ആന്തരികമായ നേതൃത്വം കൂടി തുറന്ന് മറ്റുള്ളവരുടെ സഹജീവികളുടെ വേദനകൾ ഈശോ കണ്ടെത്തിയതുപോലെ ആ ഈശോയുടെ പിൻഗാമികളായി മാറാൻ മറ്റുള്ളവരുടെ വേദനകളിൽ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്കൊന്ന് സാധിക്കാൻ പ്രാർത്ഥിക്കാൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സ്വാഗതത്തോടും ഉണ്ടാവുന്നതോടും കുറ്റമോടുന്ന കർത്താവേ ഞങ്ങളുടെ കനികാമേ അപേക്ഷിക്കാം. പോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിതത്തിലേക്ക് ജീവിതമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവിടെ പ്രവർത്തനം കഴിയുന്നത് പങ്കാളികളാകുവാനുള്ള സന്മനസ്സ് ദൈവത്തിൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കൊക്കെ പരസ്പര സ്നേഹവും ഐക്യവും നടത്തി ഏകസത്യ വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുശേഷവേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സർവഭാഗ്യം നൽകരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിയമനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ സഭയുടെ പിതാവ് നഗരമായ ഞങ്ങളുടെ ദേവതാനായ ആത്മീയ നമുക്ക് അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശാന്തിയും സമാധാനം ഞങ്ങൾ വർദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയുടെ മനസ്സായി ജീവൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും കൂടെ സഭയെ ശുശ്രൂഷ ചെയ്ത് നിയമാക്കപ്പെടുത്തുവാൻ പ്രേക്ഷിതരങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരനിത്യം. ഭക്തിയോടും സത്യയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വിശുദ്ധ
വിശ്രാമത്തോടെ ഏൽപ്പിക്കുമെന്ന് പ്രത്യാശയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവ്വശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ നമ്മുടെ പിതാക്കന്മാരും ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും ഗിരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിത വിശ്വാസികളായ എല്ലാ പണ്ഡിതന്മാരെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഇവരെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വരാജ്യത്തിൽ നിന്ന് ജീവിതം കാരണമാകട്ടെ. സഹോദരനെ കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി ഞങ്ങളെ കാരുണ്യത്തിലെത്താൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനന്തകന്യാസനത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും ബുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വന്തത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ കൃതിയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ സമാധാനത്തോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവുകൾക്കും പുകഴ്ചയും എല്ലാ സൃഷ്ടികൾക്കും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അങ്ങയുടെ അയൽവക്കത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായാലും മാറാമാരും മുതലായാലും മഹോന്നതരായ കൂടെ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും ഗംഭീരമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ കുമാരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായിക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
പ്രകാരം തന്നെ കാസയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപോജനത്തിനായി അനേകർക്ക് വേണ്ടി രക്തപ്പെടുന്ന വഴിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അത്ര വലിയ അനുഗ്രഹമാണ് നീ അത് നൽകിയിരിക്കുന്നത്. നിന്റെ വിജയങ്ങൾ ഞങ്ങളെ പങ്കരാക്കുവാനും നീ ഞങ്ങളുടെ സ്വഭാവം സ്വീകരിക്കുകയും അത് ബന്ധിച്ചു പോയി ഞങ്ങളെ സംഹരിക്കുകയും മൃതരാജ്യങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ പരിശോധിച്ച് സ്വീകരിച്ചു. ഞങ്ങൾ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ദൈവമായ പ്രകൃതിയെ നിന്റെ സ്വന്തമായ മഹത്വമണിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ സ്തുതിയും ബഹുമാനവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സൗകര്യസമയമായ മാധ്യോ പാപ്പായിക്കും ഞങ്ങളുടെ സകലമായ മാറും ഞങ്ങളുടെ അധികൃതരായ പുരോഹിതന്മാർ ശിക്ഷാന്മാർ സമർപ്പിത ആത്മായ പ്രേക്ഷിതർക്കും നേതൃത്വം വിശുദ്ധ വേണ്ടി പാലം സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അവരുടെയും ബഹുമാനത്തിലും അങ്ങനെ വിധിതമായ പ്രവർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കൃപാന സ്വീകരിക്കണമേ. രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടിയും ആശുപത്രിയിൽ കഴിയുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാരകരോഗങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടിയും എല്ലാ രോഗി ശുശ്രൂഷകർക്ക് വേണ്ടിയും ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നാമത്തിൽ വേർതിരിഞ്ഞുപോയ മരിച്ചവർക്ക് വേണ്ടിയും വിവാഹ തടസ്സമുള്ളവർക്കും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കപ്പെടുന്നതിനു വേണ്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് സ്വയം നശിക്കുകയും മക്കളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയും മാനസാന്തരത്തിനു വേണ്ടിയും ഈ ദേവാലയത്തിനും ഞങ്ങളുടെ കുടുംബങ്ങളിലും നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ വഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും മക്കളും അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും പ്രത്യേക നിയോഗങ്ങളോടുകൂടെ കുർബാന ജപിച്ച് ആരാധിച്ച് വാർത്തപ്പെടുത്തുന്ന എല്ലാവർക്കും അങ്ങനെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും ലഭിക്കുന്നതിനു വേണ്ടിയും ഈ കൂട്ടായ്മയുമായി ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ദേശങ്ങളും അതിസമർത്ഥമായി ഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടിയും യോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയായി സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ വൃക്ഷത്തിന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ദൈവമാനുഷികാമെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ സജീവ
എല്ലാവർക്കും ആവശ്യമായ നൈർമല്യവും വിശുദ്ധിയും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥരക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്ഥാനത്തിന്റെയും അഗ്നിയും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവകുമാരകത്തിൽ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായ യാതൊരുവരോടും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ ഇപ്പോഴും എപ്പോഴും ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കർത്ഥവിലും എന്നോട് ദയതോന്നണമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദർഭവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ നമ്മുടെ കർത്താവേ ശംസിയായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവജീവനായകമായ അപ്പം സ്വർഗ്ഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. എന്റെ ഭക്ഷിക്കാൻ കഴിക്കുകയില്ല. പ്രത്യേകമോചന ജീവൻ പ്രാപിക്കുകയും ജീവിക്കുകയും ചെയ്യും. നിഷ്കളങ്കരുമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
മാലാഖമാരുടെ ഭയങ്കരതയോടെ വീക്ഷിക്കുന്ന ഈ മഹാരഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. One,
വെള്ളിയാഴ്ച മാതാവിൻ്റെ പ്രകാരത്തിനാളിയ അടുത്ത ഞായറാഴ്ചയായി നമ്മൾ തിരുനാളായിട്ട് ആഘോഷിച്ച് പ്രത്യേകമാണ്. കഴിഞ്ഞ ദിവസം അവധി കഴിഞ്ഞ് സ്റ്റീഫൻ വന്നപ്പോൾ ചിത്തോറ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുകൂടി. നമുക്ക് ചിത്രാട് സ്റ്റീഫൻ പ്രത്യേകമായിട്ട് നന്ദി. പെരുന്നാളിന് അവിടെ പള്ളിയിൽ ഉപയോഗിച്ച നെറ്റ് നമ്മുടെ ഡിസിയും ഷാരോണും നിരീഷും കൂടി സ്പോൺസർ ചെയ്തതാണ്. നമ്മുടെ അൽത്താര ബാലികയും ബാലന്മാരും അവരുടെ പ്രത്യേകമായിട്ട് അൽഫോൻസാന്റെ രൂപം സ്പോൺസർ ചെയ്ത ആളായിരുന്നു. പുതിയത് പറഞ്ഞിട്ടുള്ളത് അൽഫോൻസാന്റെ രൂപം സ്പോൺസർ ചെയ്ത ആരായിരുന്നു? പറഞ്ഞു എൽമ ഒരു പുണ്യമാണ്. ക്രിസ്റ്റിയാണ് നമുക്ക് വലിയ അൽഫോൻസാനുള്ളത്. കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് തിരക്ക് കാരണം വിട്ടുപോയി അറിയിക്കാനായിട്ട് ക്രിസ്റ്റിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഞാനീ മാത്യു നമ്മുടെ വികസന കമ്മ്യൂണിറ്റിയിലും സായുധമായിട്ട് 10 വർഷം ഉണ്ടായിരുന്നു. ദിവസങ്ങളിൽ കാര്യമായിട്ട് തിരിച്ചു പോയി വന്ന അതിലേക്ക് ഇവിടുത്തെ ജോലിയൊക്കെ എത്തിയിട്ട് പ്രത്യേകമായിട്ട് കാര്യം മാത്യുവിന് പ്രത്യേകമായിട്ട് ഈ വികസന കമ്മ്യൂണിറ്റി എല്ലാ നമ്മളെ അവർക്ക് നന്ദി പറയുകയാണ്. കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിലെ ജീവിതത്തിൽ സ്വസ്ഥമായ കുടുംബജീവിതമായിട്ട് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം ഞാൻ കഴിഞ്ഞ 5-8 മാസം മുമ്പ് ഞാൻ വന്നത് 20 ചക്രം വെച്ച് മാറ്റി വളർത്താൻ പറയാം. പെരുന്നാളിന് ക്ലിയറാകുന്നുണ്ടോ? പെരുന്നാളിന് 20 ചക്രം വെച്ച് മാറ്റി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ മാറ്റി വെച്ച് കുറേ പേര് വന്ന് അച്ഛൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെരുന്നാളിനെ പറ്റിയുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ മാറിയിട്ടുണ്ട്. യുദ്ധം രാസപ്രമാണെല്ലാം എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പെരുന്നാൾ സമയത്തേക്ക് അച്ഛന്മാർ പോയി അവർക്ക് അവധിക്കാലം തുടങ്ങി അവർ പോയി. രാസപ്രമാണെല്ലാം എത്തിയില്ല. അപ്പം ആ 20 ചക്രം മാറ്റി വെച്ചവരെ ഉപയോഗിച്ചോളൂ പ്രോബ്ലം. അവർ പറയുമ്പോൾ അത് നിങ്ങൾ മാറ്റി വെച്ചാൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ പുനഃപ്രവർത്തിയും ചെയ്യുക. പുനഃപ്രവർത്തി നിങ്ങൾ ഉപയോഗിച്ചോളൂ പ്രോബ്ലം ആണ്. ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇപ്പം അങ്ങനെ എന്തെങ്കിലും മനസാക്ഷിക്കൊക്കെ കാരണം മനസാക്ഷിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഉപയോഗിച്ചോളൂ. ഓക്കെ, അച്ഛനാണ് മനസാക്ഷിക്കൊക്കെ മാറ്റി ഉപയോഗിക്കാം. അടുത്ത പ്രാവശ്യം അറിയാൻ പറ്റില്ല. മനസ്സിലാക്കാം. പെരുന്നാൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ പ്രോബ്ലം. ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. മാറ്റി വെച്ച പൈസയാണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളവർ അതിന് വേണ്ടി കുടുംബങ്ങളായും ജോലികളായിട്ട് സഹായം ആവശ്യപ്പെടുമ്പോഴോ ഓക്കെ ക്ലിയർ ആയല്ലോ. ഇവിടെ ഇല്ല. നമുക്ക് ഒക്ടോബർ മാസം ധ്യാനമുണ്ട്. നമ്മുടെ സച്ചിൻ ബ്രദറിൻ്റെ ധ്യാനം ഒക്ടോബർ മാസത്തിൽ നമ്മൾ 18-ാം തീയതി ശനിയാഴ്ച വെക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല കൊമ്മ്യൂണിക്കുവാരും നമ്മൾ ടീച്ചറിൻ്റെ അപ്പോൾ അത് പങ്കെടുക്കാൻ വിചാരിച്ചു. രാജേശ്വരി ധ്യാനം കൊണ്ടവർക്ക് ഡെലിവറി പോവാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ജീവനശക്തിയോട് ഞങ്ങളെ പ്രവേശിച്ചത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവൻ ഇനിയുമായി യഥാർത്ഥത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗ്ഗവാസികളോട് ചേർന്ന് അങ്ങേ പോർക്കാനും ഞങ്ങൾ കടപ്പെടുവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകൻ നാഥനുമായ യേശുമിശിഹായെ സുദീർഘവും പരിശുദ്ധവും ജീവിതാത്മകമായ ദിവസങ്ങൾ വഴി നീ ഞങ്ങൾ കടങ്ങളും പാപങ്ങളും കൊടുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയമായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാനും
സ്നേഹത്തിന്റെ സഫലങ്ങൾ പ്രകടിപ്പിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹരാകാനും ഞങ്ങളെ യോഗ്യരാകണമേ. സകലത്തിനെയും നാഥായ നയിക്കും. സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടെ ഞങ്ങളെ സജ്ജരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ ഫലപ്രകടിപ്പിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യരഹസ്യങ്ങളെ പങ്കുചേർന്ന് അവിടെ സൗഭാഗ്യത്തിന് യോഗ്യരാക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ എല്ലാവരും മുദ്രിതരും എല്ലാ രൂപത്തിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമായ സൃഷ്ടി സ്തുതി പ്രാർത്ഥിക്കാം. സമാധാനം കരുണയുടെ നിർത്തണമേ നല്ല വരുത്തുവാനാകേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സുതരാകുന്നു. ഞങ്ങളുടെ ജീവന് കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിശ്വാസമോടെ
സജീവവും ദീർഘായുവുമായ സത്യത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആശക്തമനീയമായ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തുനിക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവരും കടന്നവരും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിസ്ഥാപമായ സർവേശ്വരാം കർത്താവേ, മത്സരങ്ങളും ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ആഗ്രഹവും പരിപാലിക്കണമേ. പ്രദേശവരെ മഹിമയോടെ വിവരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിസ്ഥാപമായ സർവേശ്വരാം ചെയ്യുന്ന പ്രത്യാശാപരമായ ഒരു ദിവസത്തിൽ ഞങ്ങളുടെ എടുക്കപ്പെട്ടവർക്ക്